ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്വീറ്റാണ് കേട്ടോ, റവ കേസരി ബാത്ത്. ഹോട്ടലിലെല്ലാം ചെന്ന് കഴിയുമ്പോൾ നമുക്കൊരു സൈഡ് ഡിഷായിട്ട് എപ്പോഴും ഓർഡർ ചെയ്യാനായിട്ട് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ്. കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം. നമുക്കത് വീട്ടിലിങ്ങനെ നല്ലൊരു ലുക്കായിട്ട് ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കിയാലോ. കേസരി ബാത്തിന് നമ്മൾ ആദ്യമേ തന്നെ റവ വറുത്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ആവശ്യത്തിന് നെയ്യ് ഒഴിച്ച് 1 കപ്പ് റവയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നന്നായിട്ട് ഇളക്കി തന്നെ ഇതിനൊന്ന് വറുത്തെടുക്കാം. നമ്മുടെ കയ്യിൽ വറുത്ത റവയാണ് ഇരിക്കുന്നതെങ്കിലും ഇതേപോലെ നെയ്യിൽ നന്നായിട്ട് ആദ്യം തന്നെ വറുത്തെടുക്കണം കേട്ടോ. ഇനി ഇതൊരു ലൈറ്റ് യെല്ലോ കളർ ആവുന്നവരെ നമുക്ക് ഇങ്ങനെ ഒന്ന് വറുത്തെടുക്കണം. ഒരുപാട് ബ്രൗൺ കളറിലോട്ട് പോകരുത്. 2-3 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് റെഡിയാകും. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. ഇനി കുറച്ച് കശുവണ്ടിയും മുന്തിരിയും കൂടി അതേ പാനിലോട്ട് കുറച്ചുകൂടി നെയ്യ് ഒഴിച്ച് നമുക്ക് വറുത്ത് മാറ്റി വെക്കാം. ഇനി നമ്മൾ റവ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ അളവ് പറയുവാണെങ്കിൽ 1 കപ്പ് റവയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിന് 3 കപ്പ് വെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതിലോട്ട് 1 പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നല്ല ഫ്ലേവറിന് വേണ്ടി 3-4 ഏലക്ക കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുവാണ്, നല്ലൊരു ലൂസ് കൺസിസ്റ്റൻസിക്ക് വേണ്ടി. പിന്നെ ഇത് നല്ലൊരു ലുക്കിന് വേണ്ടി ഞാൻ കുറച്ച് ഓറഞ്ച് ഫുഡ് കളർ ചേർക്കുവാണ്. ഇപ്പോൾ കുട്ടികൾക്ക് നമ്മൾ വീട്ടിലുണ്ടാക്കുവാണെങ്കിൽ ഒട്ടും തന്നെ കളറിൻ്റെ ആവശ്യമില്ല. ഇതിപ്പോൾ ഒരു വീഡിയോ ആയതുകൊണ്ട് ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം ചേർക്കുവാണ് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് തിളക്കുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന റവയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി അതിനൊന്ന് വേവിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ ആദ്യത്തെ 1 മിനിറ്റ് നമുക്കിങ്ങനെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ 2 മിനിറ്റോളം ഇതേപോലെ ഒന്ന് ഇളക്കി തന്നെ ഇതിനെ വേവിച്ചെടുക്കാം. അങ്ങനെ റവയെല്ലാം നന്നായിട്ട് വെന്ത് ഈ ഒരു കൺസിസ്റ്റൻസിൽ നല്ല സ്മൂത്തായിട്ട് ഇരിക്കുന്നതാണ്. ഇത് നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കേസരിയുടെ ഒരു ലുക്ക് നമുക്ക് കിട്ടും. ഇനി ഇതിലോട്ട് നമ്മൾ 1 കപ്പ് അതേ റവ നമ്മൾ അളന്ന അതേ കപ്പിൽ 1 കപ്പ് ഷുഗർ കൂടി ചേർത്ത് കൊടുത്ത് അത് നന്നായിട്ട് ഒന്ന് ഇളക്കാം. അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി കുറച്ചും കൂടി ഒന്ന് ലൂസായിട്ട് വരുന്നത് കാണാം. അങ്ങനെ നമ്മുടെ കേസരി ബാത്ത് നല്ല ലൂസായിട്ട് നല്ല ഹോട്ടലിലെല്ലാം കിട്ടുന്ന പോലെ തന്നെ റെഡി ആയിട്ടിരിക്കുവാണ്. ഇനി ഇതിനൊരു ഡെക്കറേഷൻ പാർട്ട് എന്ന പോലെ നമ്മൾ ആ ഒരു ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കശുവണ്ടി മുന്തിരിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഇനി ഒരു പാത്രത്തിലോട്ട് മാറ്റി നമുക്കിതിനെ സെർവ് ചെയ്യാം. വായിൽ വെച്ചാൽ പെട്ടെന്ന് അലിഞ്ഞു പോകുന്നൊരു കേസരി ബാത്താണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസി ഇഷ്ടപ്പെടുന്നവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും ബൈ. താങ്ക് യു.